Dear students, Animal Kingdomത്തിലെ നെക്സ്റ്റ് ടോപ്പിക് ആണ്. നമ്മൾ കോർഡേറ്റ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ കോർഡേറ്റിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിച്ചത്. യൂറോകോഡേറ്റ പറഞ്ഞു, സെഫാലോകോഡേറ്റ പറഞ്ഞു, പിന്നെ നമ്മൾ വെർട്ടിബ്രേറ്റയിലാണ് എത്തി നിൽക്കുന്നത്. വെർട്ടിബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഏനാത്ത എന്നും നാത്തോസ്റ്റൊമേറ്റ എന്നും പറയും. അപ്പോൾ ഏനാത്തയിൽ വരുന്ന ഡിവിഷനാണ് നമ്മൾ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏനാത്തയ്ക്കകത്ത് വരുന്ന ക്ലാസ്സാണ് സൈക്ലോസ്റ്റൊമേറ്റ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ നാത്തോസ്റ്റൊമേറ്റ എന്ന് പറയുന്ന ഡിവിഷനിൽ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു, പൈസസ് എന്നും ടെട്രാപോഡ്സ് എന്നും. അതിൽ വരുന്നൊരു ക്ലാസ്സാണ്, പൈസസിൻ്റെ അകത്ത് വരുന്നൊരു ക്ലാസ്സാണ് കോൺട്രിച്തസ്. അപ്പോൾ ഈ രണ്ട് ക്ലാസ്സുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം ഏനാത്തൻ്റെ അകത്ത് വരുന്ന ജീവിയാണ് സൈക്ലോസ്റ്റൊമേറ്റ എന്ന് പറയുന്ന ക്ലാസ്. സൈക്ലോസ്റ്റൊമേറ്റയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഫിഷസ് പോലെ ഇരിക്കും, പക്ഷേ ഫിഷ് അല്ല. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. All living members of the class Cyclostomata are ectoparasites on some fishes. ഇതിൻ്റെ അകത്ത് വരുന്ന ഈ സൈക്ലോസ്റ്റൊമേറ്റ എന്ന് പറയുന്ന ക്ലാസ് ഏനാത്തയിൽ വരുന്ന ജീവികൾ, ഇവർ പലരും എങ്ങനെയാണ് എക്ടോപാരസൈറ്റുകളാണ്. എക്ടോ എന്ന് പറഞ്ഞാൽ എക്ടോ മീൻസ് ഔട്ട്, അതായത് മറ്റ് ഫിഷസിൻ്റെ ശരീരത്തിൽ പറ്റി പിടിച്ചിരുന്ന് ജീവിക്കുന്ന ജീവികളാണ്. പാരസൈറ്റുകൾ എന്ന് പറയുമ്പോൾ മറ്റുള്ള ജീവികളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് പാരസൈറ്റ്. എക്ടോയും എൻഡോയും ഉണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. എക്ടോ എന്ന് പറഞ്ഞാൽ വേറൊരു ഫിഷിൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് ജീവിക്കുക. ഇതൊരു ഒറിജിനൽ ഫിഷാണ്. ആ ഫിഷിൻ്റെ ശരീരത്തിൽ പറ്റി പിടിച്ചാണ് ഈ രണ്ട് സൈക്ലോസ്റ്റൊമേറ്റ്സ് ഇരിക്കുന്നത്. ഇതിന് എങ്ങനെ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടി സക്ക് ചെയ്യുന്ന രീതിയിലാണ് അത് അവിടെ പറ്റി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് പറ്റി പിടിച്ചിരിക്കണമെങ്കിൽ സഹായിക്കുന്ന ഒരു സർക്കുലാർ മൗത്ത് ഇതിനുണ്ട്. അതിന് ഒരു സർക്കുലാർ മൗത്ത് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സക്ക് ചെയ്ത രീതിയിൽ അത് മറ്റ് ഫിഷസിൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇവരെയും കണ്ടു കഴിഞ്ഞാൽ ആരുടെ കൂട്ടിരിക്കും, ഫിഷസിനെ പോലെ ഇരിക്കും, പക്ഷേ ഇവർ ഫിഷസ് അല്ല. They have an elongated body bearing 6 to 15 pairs of gill slits for respiration. അവർക്ക് ഈ കാണുന്നതാണ് അവരുടെ ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയുന്നത്. 6 തൊട്ട് 15 ജോഡി ഓളം ഗിൽ സ്ലിറ്റുകൾ റെസ്പിറേഷന് വേണ്ടി ഉണ്ട്. ഫിഷസ് റെസ്പയർ ചെയ്യുന്ന പോലെ ഇവർക്ക് ഗിൽസ് ഉണ്ട്. ഗിൽസ് വഴിയാണ് ഇവർ റെസ്പിറേഷൻ നടത്തുന്നത്. പിന്നെ ദർ ബോഡി ഈസ് ഡിവോയ്ഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് പെയർഡ് ഫിൻസ്. ഇപ്പം നമുക്ക് അറിയാം ഫിഷസ് ആവുമ്പോൾ ഫിഷസിൻ്റെ പുറത്ത് ചെതുമ്പലുകളുണ്ട് അല്ലേ, സ്കെയിൽസ് ഉണ്ട് അല്ലേ. അതുപോലെ നമുക്കറിയാം ഈ ഭാഗത്ത് ഫിൻസ് ഉണ്ട്, ചിറകുണ്ട്, താഴെ കാല് വരുന്ന ഭാഗത്തും ഫിൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഫിൻസ് ഒന്നും ഈ ജീവിക്ക് ഇല്ല. അപ്പോൾ ഫിഷ് പോലെ ഇരിക്കുമെങ്കിലും പക്ഷേ ഇവർക്ക് ചെതുമ്പലില്ല, ഫിഷ് അല്ല ഇവർ ശരിക്കും അല്ലേ. സ്കെയിൽസ് ഇല്ല, അവരുടെ ബോഡി എപ്പോഴും സ്മൂത്തായിട്ടിരിക്കും. സ്കെയിൽസ് ആർ ആബ്സെൻറ്റ്. ഡിവോയ്ഡ് ഓഫ് സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ സ്കെയിൽസ് ഇല്ല. അതുപോലെ പെയർഡ് ഫിൻസും ഇവർക്ക് ഇല്ല. പെയർഡ് ഫിൻസ് എന്ന് പറഞ്ഞാൽ ജോഡിയായിട്ട് കാണുന്ന ഫിൻസ്. ബാക്കി ഡോസൽ ഫിന്നും ഒക്കെ ഉണ്ട് അവർക്ക്. ആൻറ്റീരിയർ ഡോസൽ ഫിൻ, കോഡൽ ഫിൻ എന്ന് പറഞ്ഞാൽ ടെയിൽ ഫിന്നും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കാലും കൈയും വരേണ്ട ഭാഗത്ത് ഉള്ള ഫിൻസ് ആബ്സെൻ്റ് ആണ്. പിന്നെ ഇവരുടെ ക്രേനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം ആർ കാർട്ടിലേജിനസ്. ഇവരുടെ ബോണാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബോണും അവരുടെ ബ്രെയിൻ വെച്ചിരിക്കുന്ന ക്രേനിയം അല്ലേ, വെർട്ടിബ്രൽ കോളവും എല്ലാം നിർമ്മിച്ചിരിക്കുന്ന കാർട്ടിലേജ് കൊണ്ടാണ്. കാർട്ടിലേജ് നിങ്ങൾക്കറിയാം. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ബോണിനെയാണ് കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ അല്ലെ, തരുണാസ്ഥി എന്ന് പറയുന്നത്. അപ്പോൾ കാർട്ടിലേജ് കൊണ്ടാണ് ഇവരുടെ സ്കെൽറ്റൽ നിർമ്മിച്ചിരിക്കുന്നത്. വെർട്ടിബ്രൽ കോളവും അവരുടെ ക്രേനിയും ബ്രെയിൻ ബോക്സും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ സർക്കുലേഷൻ ഈസ് ഓഫ് ക്ലോസ്ഡ് ടൈപ്പ്. സർക്കുലേഷൻ പക്ഷേ ക്ലോസ്ഡ് ടൈപ്പാണ്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഹൃദയമുണ്ട്, ഹാർട്ടുണ്ട്, ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽസും ഒക്കെ ഇവർക്ക് ഉണ്ട്. അപ്പോൾ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. സർക്കുലേഷൻ ഈസ് ഓഫ് ക്ലോസ്ഡ് ടൈപ്പ്. പിന്നെ സൈക്ലോസ്റ്റൊമേറ്റ്സിന് മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ് സൈക്ലോസ്റ്റൊമേറ്റ്സ് ആർ മറൈൻ. എല്ലാ സൈക്ലോസ്റ്റൊമേറ്റുകളും കടലിലാണ് കാണുന്നത്. ബട്ട് മൈഗ്രേറ്റ് ഫോർ സ്പോണിങ് ടു ഫ്രഷ് വാട്ടർ. അതായത് ഇവർക്ക്
സ്പോണിങ് സമയം എത്തുമ്പോൾ, അതായത് സ്പോണിങ് എന്ന് പറയുമ്പോൾ മുട്ടയിടുന്ന സമയം എത്തുമ്പോൾ അവർ എവിടേക്ക് യാത്രയാകും? ഫ്രഷ് വാട്ടർ ഏരിയാസിലേക്ക്, അതായത് കായലിലേക്കൊക്കെ നീന്തിപ്പോകും. കിലോമീറ്ററുകളോളം നീന്തി അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ട് ആഫ്റ്റർ സ്പോണിങ് വിത്തിൻ എ ഫ്യൂ ഡേയ്സ് ദേ ഡൈ. അവിടെ എത്തിക്കഴിയുമ്പോൾ ഫ്രഷ് വാട്ടറിലാണ് ഇവർ മുട്ടയിടുന്നത്. മുട്ടയിട്ട് കഴിയുമ്പോൾ അവർ ചത്തുപോകും. ആ ഫിഷസ് മുട്ടയിട്ട് കഴിയുമ്പോൾ അവർ ചത്തുപോകും. പക്ഷെ അവർ ആ മുട്ട വിരിഞ്ഞ് ഉണ്ടാകുന്ന ലാർവകൾ അല്ലേ, ദെയർ ലാർവേ ആഫ്റ്റർ മെറ്റമോർഫോസിസ് റിട്ടേൺ ടു ദ ഓഷ്യൻ. അവിടെ ഇരുന്ന് ഫ്രഷ് വാട്ടറിലിരുന്ന് ഈ ലാർവകൾ പിന്നെ മെറ്റമോർഫോസ് ചെയ്യും, അതായത് വളർച്ച പ്രാപിക്കുകയും പല ഘട്ടങ്ങൾ കൂടെ വളർന്ന് എന്തായിട്ട് മാറും? അഡൽട്ട് ഫിഷ് ആകുമ്പോൾ ഇതിന് മനസ്സിലാകും ഇതിൻ്റെ സ്ഥലം ഫ്രഷ് വാട്ടർ അല്ല ഓഷ്യനാണെന്ന് മനസ്സിലായി. ആ ലാർവകൾ ആ ഫിഷുകൾ തിരിച്ച് ഓഷ്യനിലേക്ക് വരും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അതായത് മുട്ടയിടുന്ന സമയത്തുമ്പോൾ ഈ ഫിഷുകൾ ഫ്രഷ് വാട്ടറിലേക്ക് പോവുകയും അവിടെ ചെന്ന് മുട്ടയിടുന്നു, അവിടുന്ന് അവർ ചത്തുപോകുന്നു അല്ലേ, ആ മുട്ടയിടുന്ന ഫിഷുകൾ ചത്തുപോകുന്നു. അങ്ങനെ പോയി കഴിയുമ്പോൾ അവരുടെ ലാർവകൾ അവിടെ ഇരുന്നുകൊണ്ട് വളർന്നിട്ട് തിരിച്ച് നീന്താനൊക്കെ പ്രായമെത്തി കഴിയുമ്പോൾ അവർ തിരിച്ച് ഓഷ്യനിലേക്ക് മടങ്ങിയെത്തും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. സ്പോണിങ് എന്ന് പറഞ്ഞാൽ എഗ് ലേയിങ് എന്നാണ് അർത്ഥം. ഈ ക്ലാസ്സിൻ്റെ അകത്തെ 2 എക്സാമ്പിൾസ് നമുക്കിവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഒരെണ്ണമാണ് പെട്രോമൈസോൺ അല്ലെങ്കിൽ ലാംബ്രെ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ നമ്മുടെ പുസ്തകത്തിലുള്ള ഡയഗ്രാമാണ് ഇത്. ഈ പടം ശ്രദ്ധിച്ചോണം, കാരണം ഈ പടം തന്നിട്ട് നിങ്ങളോട് ഈ ആനിമലിൻ്റെ പേരെഴുതാനും ഇത് ഫിഷ് ആണോന്നോ അല്ലെങ്കിൽ ഇത് ഏത് ക്ലാസ്സിൽ വരുന്നതാണെന്നോ ഒക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഈ ഡയഗ്രാം ഓർത്തിരിക്കുക. ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഫിഷാണ്, പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഫിഷ് അല്ല. ഇറ്റ് ഈസ് സൈക്ലോസ്റ്റൊമേറ്റ. പെട്രോമൈസോൺ എന്നാണ് ഇതിനെ പറയുന്നത്, അല്ലെ ലാംബ്രെ എന്ന് പറയും. പിന്നെ മറ്റൊരു ജീവിയാണ് മിക്സിൻ എന്ന് പറയുന്നത്. മിക്സിൻ ഓർ ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ഹാഗ് ഫിഷ്. ഈ ഫിഷ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഫിഷ് അല്ല യഥാർത്ഥത്തിൽ അല്ലേ, ഇവർ സൈക്ലോസ്റ്റൊമേറ്റ ആണെന്ന് ഓർത്തിരിക്കുക. ഹാഗ് ഫിഷ് എന്ന പേരേ ഉള്ളൂ, ദേ ആർ നോട്ട് ആക്ച്വൽ ഫിഷ്. അതും നമ്മളോട് തെറ്റിക്കാൻ ചോദിക്കും. മിക്സിൻ അല്ലെ ഹാഗ് ഫിഷ് യഥാർത്ഥ ഫിഷ് ആണോ? മറ്റ് ചില ഫിഷുകളുടെയൊക്കെ പേരിൻ്റെ കൂട്ടത്തിൽ ഈ ഹാഗ് ഫിഷും കൂടി ഇട്ടിട്ട് നമ്മളോട് ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാൻ ചോദിക്കും. അങ്ങനെയും ചോദിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഹാഗ് ഫിഷ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫിഷ്, ഇറ്റ് കം അണ്ടർ സൈക്ലോസ്റ്റൊമേറ്റ. അപ്പം ഇത്രയും ആണ് എക്സാമ്പിൾസ്. ഇനി നമ്മളിവിടെ പറഞ്ഞ ക്യാരക്ടേഴ്സ് ഒന്നുകൂടി ഒന്ന് നോക്കുന്നുണ്ട്. All living members of the class cyclostomates are ectoparasites on some fishes. They have elongated body bearing 6 to 15 pairs of gill slits for respiration. Their body is devoid of scales and paired fins. Cranium and vertebral column are cartilaginous. Circulatory system is of closed type. Cyclostomates are marine but migrate for spawning to fresh water. After spawning, within a few days, they die. Their larvae, after metamorphosis, return to the ocean. Example, petromyzon, അല്ലെങ്കിൽ ലാംബ്രെ ആൻഡ് മിക്സിൻ ഓർ ഹാഗ് അപ്പോൾ ഇത്രയാണ് സൈക്ലോസ്റ്റൊമേറ്റയുടെ പ്രത്യേകത. അപ്പോൾ ഈ ഡയഗ്രാമും ഈ ക്യാരക്ടേഴ്സും ഓർത്തിരിക്കുക. സ്പോണിങ്ങിന് പോകുന്ന കാര്യവും ഒക്കെ ഓർത്തിരുന്നാൽ മതിയാകും. ഇനി അടുത്ത ഈ വീഡിയോയിൽ നമ്മൾ പൈസസ് ആണ് പഠിക്കുന്നത്. പൈസസ് എന്ന് പറഞ്ഞാൽ ഫിഷസിനെ നമ്മൾ 2 ക്ലാസ്സുകളായിട്ട് തിരിക്കുന്നുണ്ട് അല്ലേ. കോൺട്രിക്തസ് എന്നും ഓസ്റ്റിക്തസ് എന്നും പറയും. അപ്പോൾ കോൺട്രിക്തസ് എന്ന് പറയുന്നത് കാർട്ടിലേജ് ഫിഷുകളാണ്. കോൺട്രിക്തസ് എന്നുള്ള പേര് കിട്ടിയത് തന്നെ കോൺട്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ കാർട്ടിലേജ് എന്നർത്ഥം. കാർട്ടിലേജ് കോശങ്ങളെയാണ് കോൺട്രോസൈറ്റുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ക്ലാസ്സിന് ഏത് പേര് കിട്ടി? കോൺട്രിക്തസ് എന്ന പേര് കിട്ടി. പിന്നെ ഇവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. അപ്പം ഇത് കാർട്ടിലേജ് ഫിഷും ഉണ്ട്, ബോണി ഫിഷും ഉണ്ട്. അപ്പോൾ കാർട്ടിലേജ് ഫിഷും ബോണി ഫിഷും തമ്മിലുള്ള വ്യത്യാസമാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസും നമ്മൾ ഈ കൂട്ടത്തിൽ പഠിച്ചു വെച്ചിരിക്കണം. കാർട്ടിലേജ് ഫിഷിൻ്റെ പ്രത്യേകത എന്താണെന്നും ബോണി ഫിഷിൻ്റെ പ്രത്യേകത അടുത്ത വീഡിയോയിൽ നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾ കാർട്ടിലേജ് ഫിഷിൻ്റെ പ്രത്യേകതകൾ ഇവിടെ പഠിച്ച് വെച്ചിരിക്കുക. എന്തൊക്കെയാണ് കാർട്ടിലേജ് ഫിഷിൻ്റെ പ്രത്യേകത? They are marine animals with streamlined body and have cartilaginous exoskeleton.
അതായത് ദേ ആർ ഓൾ മറൈൻ, കടലിലാണ് കൂടുതലും കാർട്ടിലേജ് ഫിഷുകൾ കാണുന്നത്. വിത്ത് സ്ട്രീം ലൈൻഡ് ബോഡി എന്ന് പറയുന്നത് ഇങ്ങേയറ്റവും അങ്ങേയറ്റവും ഇങ്ങനെ പോയിന്റഡ് ആയിട്ടിരിക്കുക അല്ലേ, ഇങ്ങനെ രണ്ടറ്റവും ഇങ്ങനെ പോയിന്റഡ് ആയിട്ടുള്ള ആ ഒരു ഷേപ്പിനെയാണ് സ്ട്രീം ലൈൻഡ് ബോഡി എന്ന് പറയുന്നത്. രണ്ടറ്റവും കൂർത്തതായിട്ട് ഇരിക്കുക അല്ലെ, ബോട്ടിന്റെ ആകൃതിയോ അല്ലെങ്കിൽ വിമാനത്തിന്റെ ആകൃതിയിലോ ഒക്കെ ഇരിക്കുന്നതിനെയാണ് സ്ട്രീം ലൈൻഡ്. ഇനി ഇത് ഈ ആകൃതിയിൽ ഇരിക്കാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ കൂടെ സ്പീഡിൽ നീന്തി പോകാൻ വേണ്ടിയാണ് ഇത് പോയിന്റഡ് ആയിട്ടുള്ള അതിൻ്റെ എൻഡിങ്സ് വരുന്നത്. അപ്പോൾ വെള്ളത്തിൽ കൂടെ തുളച്ച് വേഗം നീന്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് പിന്നെ ദേ ഹാവ് കാർട്ടിലേജിനസ് എക്സോസ്കെൽറ്റൻ, അവരുടെ സ്കെൽറ്റൻ നിർമ്മിച്ചിരിക്കുന്നത് കാർട്ടിലേജ് കൊണ്ടാണ്, തരുണാസ്ഥി കൊണ്ടാണ്. പിന്നെ ഇവരുടെ മൗത്ത് നോക്കിയേ, മൗത്ത് ഈസ് വെൻട്രലി പ്ലേസ്ഡ്, അതായത് മൗത്ത് ഈ ഭാഗത്ത് അടിയിലാണ് മൗത്ത് കാണുന്നത്, ഈ ഭാഗത്താണ്. സാധാരണ ഫിഷിന് നമുക്കറിയാം ഈ അറ്റത്താണ് മൗത്ത് അല്ലേ. ഈ ഫിഷസിന് ഈ കോൺട്രിക്ടേഴ്സിൻ്റെ പ്രത്യേകതയാണ് ദർ മൗത്ത് ഈസ് വെൻട്രൽ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതായത് ഈ പടത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം മൗത്ത് ഈസ് ലൊക്കേറ്റഡ് വെൻട്രലി. കണ്ടോ, ഇവിടെയാണ് അതിൻ്റെ. നമ്മൾ ഈ ഷാർക്ക് ഒക്കെ വരുന്ന ജീവി ഗ്രൂപ്പാണ് ഈ കോൺട്രിക്ടേഴ്സ് എന്ന് പറയുന്നത്. ഷാർക്കിനെയൊക്കെ നമ്മൾ പടം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. അതുപോലെ നോട്ടോകോഡ് ഈസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ലൈഫ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവരുടെ വെർട്ടിബ്രൽ കോളം ഒക്കെ ഇവർക്കുണ്ട്, പക്ഷെ അത് നോട്ടോകോഡായിട്ട് തന്നെയാണ്, കാർട്ടിലേജ് ആയിട്ട് തന്നെയാണ് ഇവർ ഈ ജീവിയിൽ കാണുന്നത്. പെർസിസ്റ്റ് ത്രൂ ഔട്ട് ലൈഫ്. പിന്നെ ഗിൽ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റഡ് ആൻഡ് വിത്തൗട്ട് ഓപ്പർക്കുലം. ഇവർക്ക് നമുക്ക് ഇവരുടെ ഗിൽ സ്ലിറ്റുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഈ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സാധാരണ നമ്മൾ മത്സ്യങ്ങളെ കാണുമ്പോൾ അതിനൊരു അടപ്പ് പോലൊരു ഭാഗം ഇവിടെ ഉണ്ട് അല്ലേ. നമ്മൾ മത്തിയും അയലയുടെയും ഒക്കെ കണ്ടിട്ടില്ലേ, ഇവിടെ ഒരു ഫ്ലാപ്പ് ഉണ്ട്, അതിനെയാണ് ഒപ്പർക്കുലം എന്ന് പറയുന്നത്. ആ സാധനം ഈ ടൈപ്പ് ഫിഷുകൾക്ക് ഇല്ല, ഒപ്പർക്കുലം എന്ന് പറയുന്ന സാധനം ഇല്ല. അപ്പോൾ ഒപ്പർക്കുലം ആബ്സെൻ്റ് ആണ് ഈ ജീവികൾക്ക്, ഈ തരം ഫിഷസിന്. അപ്പോൾ ഗിൽ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റ് ആൻഡ് വിത്തൗട്ട് ഒപ്പർക്കുലം. ഗിൽ കവറില്ല, ഗില്ലിനെ കവറില്ല. പിന്നെ ദ സ്കിൻ ഇസ് ടഫ് കണ്ടെയ്നിങ് മൈന്യൂട്ട് പ്ലാക്കോഡ് സ്കെൽസ്. ഇവരുടെ സ്കിന്ന് നമ്മൾ തൊട്ട് നോക്കിയാൽ, നിങ്ങൾ ചില ആളുകളിലും ഷാർക്കിനെ കഴിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഷാർക്കിൻ്റെ തൊലിയേൽ തൊട്ട് നോക്കിയാൽ നല്ല ഹാർഡായിരിക്കും, നമുക്കത് തൊടുമ്പോൾ അത് നല്ല ഒരു തരിതരിപ്പ് അനുഭവപ്പെടും. ആ തരിതരിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്നിൻ്റെ അകത്ത് അമർന്നിരിക്കുന്ന സ്കെയിലുകളാണ്. സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ ചെതുമ്പലുകളാണ്. നമ്മൾ സാധാരണ മീനിൻ്റെ കൂട്ട് ചെതുമ്പൽ ഇതിനെടുക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ സ്കിന്നിനുള്ളിലായിട്ടാണ് ഇത് ചെതുമ്പലുകൾ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ തരം സ്കെയിലുകളുടെ പേരാണ് പ്ലാക്കോയിഡ് സ്കെയിലുകൾ എന്ന് പറയുന്നത്. ഈ പേര് ഓർത്തിരിക്കുക. ഈ കോൺട്രാക്ടേഴ്സ് പഠിക്കുമ്പോൾ ഓരോ ക്യാരക്ടറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ ക്യാരക്ടറിൻ്റെ പ്രത്യേകതകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഗിൽ സ്ലിറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഒപ്പർക്കുലം ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ സ്കിന്നിൽ പ്ലാക്കോയിഡ് സ്കെയിലാണ് ഉള്ളത്, അത് സ്കിന്നിൻ്റെ അകത്ത് അമർന്നാണ് ഇരിക്കുക. പ്ലാക്കോയിഡ് സ്കെയിൽസ്. അടുത്ത ടീത്ത് ആർ മോഡിഫൈഡ് പ്ലാക്കോയിഡ് സ്കെയിൽസ് വിച്ച് ആർ ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ്. അവരുടെ പല്ലും ഇത് പ്ലാക്കോയിഡ് സ്കെയിൽസ് മോഡിഫൈ ചെയ്ത പല്ലുകളും ഇവർക്ക് ഉണ്ട്. ദെയർ ജോസ് ആർ വെരി പവർഫുൾ. അവരുടെ ജോസ് വളരെ പവർഫുൾ ആണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. ദീസ് ആനിമൽസ് ആർ പ്രഡേഷ്യസ്. മറ്റു ജീവികളെയൊക്കെ ഇത് മറ്റു മീനുകളെയും ഒക്കെ കൊന്നു തിന്നുന്ന ജീവികളാണ് ഈ കോൺട്രിക്ടസ് എന്ന് പറയുന്നത് അല്ലേ. ഷാർക്കൊക്കെ മനുഷ്യരെ വരെയും നമ്മൾ കേട്ടിട്ടുണ്ട് വിഴുങ്ങും എന്നുള്ള കാര്യം അല്ലേ. കൊല്ലുക, പിടിച്ച് തിന്നുകയൊക്കെ ചെയ്യുന്ന ഒരു തരം ഫിഷസാണ് ഇവർ, ഷാർക്ക്. ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ ദേ ഹാവ് ടു സ്വിം കോൺസ്റ്റൻ്റ്ലി ടു അവോയ്ഡ് സിങ്കിങ്. അതായത് നിങ്ങൾ വീട്ടിലൊക്കെ അമ്മമാരൊക്കെ മീനൊക്കെ വെട്ടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, മീനിൻ്റെ ഉള്ളിൽ ഒരു വായു അറയുണ്ട് അല്ലേ. പല മീനുകളുടെ ഉള്ളിൽ ഒരു ബലൂണ് പോലുള്ളൊരു റീജൻ ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എയർ ബ്ലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല മീനുകൾക്കും വെള്ളത്തിൽ അങ്ങ് മുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ബലൂൺ പോലൊരു സാധനമാണ് എയർ ബ്ലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളത്തിലേക്ക് അടിയിലേക്ക് അങ്ങ് പോവാതിരിക്കാൻ, അതിൻ്റെ വെയിറ്റ് കാരണം താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയുള്ളൊരു സാധനമാണ് എയർ ബ്ലാഡർ. അത് ഈ തരം ജീവികളിൽ ഇല്ല. അതായത് കോൺട്രിക്ടസിൻ്റെ അകത്ത് എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആണ്. അപ്പോൾ അവർക്ക് എന്ത് പറ്റും, അവരെവിടെയെങ്കിലും ഒന്ന് നിന്ന് പോയാൽ അത്
ഈ കടലിൻ്റെ അടിത്തട്ടിലേക്ക് സിങ്ക് ചെയ്തങ്ങ് പോകും. അപ്പോൾ അങ്ങനെ സിങ്ക് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയാണ് അവരെപ്പോഴും സ്വിം ചെയ്തുകൊണ്ടേയിരിക്കും, എങ്ങും നിൽക്കത്തില്ല, എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നീന്തിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ എവിടെയെങ്കിലും നിന്ന് പോയാൽ എന്ത് പറ്റും, നമ്മൾ സാധാരണ കുളത്തിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഈ പല മീനുകൾ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന കാണാം അല്ലേ. അവർക്ക് അനങ്ങാതെ നിന്നാലേ ഒരു താഴേക്ക് താണു പോകുന്നുണ്ടോ, ഇല്ല അല്ലേ. അതിന് കാരണം അവർക്ക് എയർ ബ്ലാഡർ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഈ കോൺട്രിക്ടസ് എന്ന് പറയുന്ന ജീവികൾ, ഫിഷസിനൊന്നും തന്നെ എയർ ബ്ലാഡർ ഇല്ലാത്തതുകൊണ്ട് അവരെപ്പോഴും നീന്തിക്കൊണ്ടിരിക്കുന്ന ജീവികളാണ്. ഹാർട്ട് ഈസ് 2 ചേമ്പർ. ഇവരുടെ ഹൃദയം, ഈ കോൺട്രിക്ടസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കോൺട്രിക്ടസ് അല്ല ഫിഷസ് മൊത്തത്തിലും നമുക്ക് 2 ചേമ്പേഴ്സ് ആണ് ഉള്ളത്. നമുക്ക് 4 ചേമ്പേഴ്സ് ഉണ്ടല്ലോ, 2 ഏട്രിയും 2 വെൻട്രിക്കിൾ എന്ന് പറയുന്ന പോലെ ഫിഷസിൻ്റെ ഹാർട്ടിന് 2 ചേമ്പേഴ്സ് ആണുള്ള, ഒരു ഓറിക്കിളും ഉണ്ട്, ഒരു വെൻട്രിക്കിളും ഉണ്ട്. പിന്നെ സം ഓഫ് ദം ഹാവ് ഇലക്ട്രിക് ഓർഗൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ടോർപിഡോ എന്ന് പറയുന്ന ഫിഷാണിത് അല്ലേ. ഇലക്ട്രിക് റേ എന്നും ഇവരെ അറിയപ്പെടും. ഇലക്ട്രിക് ഓർഗൻ ഉണ്ട്, അതായത് ചെറിയ രീതിയിലുള്ള ഷോക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവർക്ക് കഴിവുണ്ട്. ഇവരെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഇവർ പെട്ടെന്നൊരു കുഞ്ഞു ഷോക്ക് കൊടുക്കും. അതിനെയാണ് ഇലക്ട്രിക് ഓർഗൻ ഇവർക്ക്. എക്സാമ്പിൾ ടോർപിഡോ. പിന്നെ മറ്റ് ചില ഫിഷസിനാണെങ്കിൽ പോയിസൺ സ്റ്റിങ് ഉണ്ട്. അവരുടെ ഈ ഭാഗത്തായിട്ട് ഒരു മുള്ളു പോലൊരു സാധനമുണ്ട് ഈ ഭാഗത്ത്. ആ മുള്ളു കൊണ്ട് അവർ കുത്തി പോയിസൺ ഇഞ്ചക്ട് ചെയ്യും. മറ്റ് ജീവികളാണ് ഇതിനെ ആക്രമിക്കാൻ വരും. അതിനൊരു ഉദാഹരണമാണ് ട്രൈഗോൺ എന്ന് പറയുന്ന ഒരു ഫിഷ്. നിങ്ങൾ ഇതിനെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇതിൻ്റെ പേരാണ് തെരണ്ടി എന്ന് പറയുന്ന, തെരണ്ടി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ആ ജീവിയാണ് ഈ ഫിഷ് ട്രൈഗോൺ. പേരുകൾ ഓർത്തിരിക്കുക. പിന്നെ കോൺട്രിക്ടസിൻ്റെ മറ്റൊരു ക്യാരക്ടറാണ് ദേ ആർ കോൾഡ് ബ്ലഡഡ്. ഇപ്പോൾ ഫിഷസ് എല്ലാം തന്നെ കോൾഡ് ബ്ലഡഡ് ആണ്. കോൺട്രിക്ടസ് തന്നല്ല, ഫിഷസ് എല്ലാം തന്നെ കോൾഡ് ബ്ലഡ്. എന്താണ് ഈ കോൾഡ് ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ? അതിന് മറ്റൊരു പേരാണ് പോയ്ക്കിലോ തേമസ്, പോയ്ക്കിലോ തേംസ് എന്നോ അല്ലെങ്കിൽ പോയ്ക്കിലോ തെർമസ് എന്നാണ് പറയുന്നത്. ആനിമൽസ് ദാറ്റ് ഈസ് ദേ ലാക്ക് ദ കപ്പാസിറ്റി ടു റെഗുലേറ്റ് ദർ ബോഡി ടെമ്പറേച്ചർ. ഇപ്പം നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഒക്കെ ബോഡിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. എപ്പോഴും 36-37 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. നമുക്ക് എന്തെങ്കിലും പനിയോ ഒക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ബോഡി ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുന്നത്. അതേസമയം അല്ലാത്ത സമയങ്ങളിലെല്ലാം തന്നെ നമുക്ക് ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഈ ഫിഷസ്, ആംഫീബിയൻസ് പോലുള്ള ജീവികളിലൊക്കെ അവരുടെ ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാറില്ല. അവർക്ക് അത് മാറിക്കൊണ്ടേയിരിക്കും. അതായത് അവരുടെ ബോഡി ടെമ്പറേച്ചർ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ സെക്സസ് ആർ സെപ്പറേറ്റ്. സെക്സസ് മെയിൽ ആൻഡ് ഫീമെയിലിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇൻ മെയിൽ പെൽവിക് ഫിൻ ബിയേഴ്സ് ക്ലാസ്പേഴ്സ്. അതായത് അവരുടെ പെൽവിക് ഫിൻ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കാല് വരുന്ന ഭാഗത്തുള്ള ഫിൻസ് ആണ്. ഈ ഭാഗത്ത് വരുന്ന ഫിൻസിനെ പെക്ട്രൽ ഫിൻ എന്ന് പറയും. കൈയിലെ ഫിന്നും ഇത് കാലിലെ ഫിന്നുമാണ്. ആ കാല് വരുന്ന ഫിന്നിൻ്റെ ഇടയിലായിട്ട് അവർക്ക് ക്ലാസ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ട്. അത് റീപ്രൊഡക്ഷന് സഹായിക്കുന്ന ഒരു അവയവമാണ്. അത് ആർക്കില്ല? ഫീമെയിൽസിന് ഇല്ല, മെയിൽസിന് മാത്രമേ ഉള്ളൂ. ദേ ഹാവ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് മെനി ഓഫ് ദം ആർ വിവിപാരസ്. അവർ ഈ ഫിഷസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഫിഷസ് എല്ലാം തന്നെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അതായത് എഗ്ഗ് പുറത്തേക്കാണ് വിട്ടിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. പക്ഷേ ഇവിടെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, നമ്മൾ ബാക്കിയുള്ള വെള്ളത്തിലുള്ള ജീവികളുടെ എല്ലാം ഫെർട്ടിലൈസേഷൻ പറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. കോൺട്രിക്ടസിൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷനാണ്. ഫീമെയിലിൻ്റെ ബോഡിയിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ആൻഡ് മെനി ഓഫ് ദം ആർ വിവിപാരസ്. ഇതിൻ്റെ അകത്തെ പല ഫിഷുകളും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവരാണ്. വിവിപാരസ് ആയിട്ടുള്ള ഫിഷസ് ആണ്. മുട്ടയിടുന്നവരല്ല, വിവിപാരസ് ആണ്. അതായത് മുട്ടയൊക്കെ ഉണ്ടാവും, പക്ഷെ മുട്ട ശരീരത്തിനുള്ളിൽ ഇരുന്ന് വിരിഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതാണ് വിവിപാരസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന 2-3 എക്സാമ്പിൾസ് പറയുന്നുണ്ട്. കോൺട്രിക്ടസിൻ്റെ അകത്ത് വരുന്നതാണ് സ്കോളിയോഡോൺ. ഇത് ഓർത്തിരിക്കുക. സ്കോളിയോഡോൺ അല്ലെങ്കിൽ ഡോഗ് ഫിഷ് എന്നാണ് പറയുന്നത്. ഡോഗ് ഫിഷ് ഇതാണ് ഒറിജിനൽ നമ്മൾ പറയുന്ന ഷാർക്ക് എന്ന് പറയുന്ന ഫിഷ്. പിന്നെ മറ്റൊരു ഷാർക്കിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഫിഷാണ്. അത് നമ്മൾ നേരിട്ട്, അതായത് ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്.
നമ്മുടെ ടെക്സ്റ്റിൽ ഇതിൻ്റെ പടം കിടപ്പുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഷാർക്കിനെ പോലെ തന്നെ ഇരിക്കും, പക്ഷേ അതിൻ്റെ സ്നൗട്ട് റീജൻ, സ്നൗട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഭാഗത്ത് കുറച്ചുകൂടി നീണ്ട ഒരു അരിവാള് പോലൊരു സാധനമുണ്ട്. ആ സാധനത്തിന് സോ പോലെ ഇരിക്കും. സോ മില്ല് നമുക്കറിയാലോ, സോ മില്ലിൽ, അതായത് തടി അറക്കുന്ന മില്ലിലെ അരിവാള് പോലെ ഇങ്ങനെ വാള് പോലെ, അരിവാളല്ല വാള് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ജീവിക്ക് ഉള്ളത്. അതിൻ്റെ പേരാണ് പ്രെസ്റ്റസ് എന്ന് പറയും. പ്രെസ്റ്റസ് അല്ലെങ്കിൽ സോ ഫിഷ്. ഈ ഫിഷുകളുടെയൊക്കെ പേര് ഓർത്തിരുന്നോണം. ഹാഗ് ഫിഷ്, ഡോഗ് ഫിഷ്, സോ ഫിഷ് എന്നൊക്കെ പറയത്തില്ലേ, ആ ഫിഷുകളെല്ലാം നമ്മൾ ഓർത്ത്. ഹാഗ് ഫിഷ് മാത്രം യഥാർത്ഥ ഫിഷ് അല്ല എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പം സ്കോളിയോഡോൺ ഓർ ഡോഗ് ഫിഷ്, പ്രെസ്റ്റസ് അല്ലെങ്കിൽ സോ ഫിഷ്. വേറെ എക്സാമ്പിളാണ് ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് എന്ന് പറയുന്ന കാർച്ചറോഡോൺ എന്ന് പറയുന്ന ഫിഷാണിത്. അതായത് വൈറ്റ് ഷാർക്ക് എന്ന് പറയുന്ന. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ട്രൈഗോൺ അല്ലെങ്കിൽ സ്റ്റിംഗ് റേ എന്ന് പറയുന്നത്, സ്റ്റിംഗ് റേ അല്ലെങ്കിൽ ട്രൈഗോൺ. ഇനി നമ്മൾ കോൺട്രിക്ടസിൻ്റെ ഒന്നുകൂടി ക്യാരക്ടേഴ്സ് പറയുകയാണ്. അപ്പോൾ ഇതിൽ കോൺട്രിക്ടസിൻ്റെ മാത്രമുള്ള ക്യാരക്ടേഴ്സും ഉണ്ട്, ഫിഷസിൻ്റെ മൊത്തത്തിലുള്ള ക്യാരക്ടേഴ്സും ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. They are marine animal with streamlined body and have cartilaginous exoskeleton. Mouth is located ventrally. Mouth ventral ആണ്. Notochord is persistent throughout life. Gill slits are separate and without operculum. Gill slits separate ആയിട്ട് പുറത്ത് കാണാം, operculum absent ആണ്. The skin is tough, containing minute placoid scales. Placoid scales ആണ് അവിടെ, അത് നോട്ട് ചെയ്യുക. Teeth are modified placoid scales which are backwardly directed. Their jaws are very powerful. These animals are predaceous. Due to the absence of air bladder, they have to swim constantly to avoid sinking. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. Due to absence of air bladder, air bladder ഇല്ലാത്തതുകൊണ്ട് they have to swim constantly. അവരെപ്പോഴും നീന്തിക്കൊണ്ടേ ഇരിക്കും. എന്തിൽ നിന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സിങ്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി, അതായത് മുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി, അത് ഓഷ്യൻ്റെ അടിത്തട്ടിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് എപ്പോഴും അവർ സ്വിം ചെയ്യുന്നത്. ഹാർട്ട് ഈസ് ടു ചേംബേർഡ്, 1 auricle and 1 ventricle. Some of them have electric organ. Some possess poison sting. They are cold-blooded animals, that is poikilotherm. Sexes are separate. In male, pelvic fins bear claspers and they have internal fertilization and many of them are viviparous. അതാണ് നമ്മൾ രണ്ടാമത് പഠിച്ച കോൺട്രിക്ടസ് എന്ന് പറയുന്ന ജീവികളുടെ, ഫിഷസിൻ്റെ ക്യാരക്ടേഴ്സാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2 ക്ലാസ്സുകളും, ആദ്യത്തെ പഠിച്ച ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റയും രണ്ടാമത് പഠിച്ച ക്ലാസ് കോൺട്രിക്ടസും നന്നായിട്ട് പഠിച്ചു വെക്കുക.